നമുക്കറിയാം WWE ഫിനിഷിംഗ് മൂവ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് WWE ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഫിനിഷിംഗ് മൂവ്സിനെ കുറിച്ചാണ്. ഇത്ര ശതമാനം സക്സസ് റേറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള കുറച്ച് മൂവുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനം അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഒരു ഓർഡറിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ആദ്യം പറയാൻ പോകുന്നത് ഡെഡ്ലി ബോയ്സിൻ്റെ 3D എന്ന് പറയുന്ന ഫിനിഷിംഗ് മൂവാണ്. അതായത് ഡെഡ്ലി ബോയ്സ് 3D ഫിനിഷിംഗ് മൂവ്. ഈ ഒരു ഫിനിഷിംഗ് മൂവ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസും അതുപോലെ തന്നെ വളരെയധികം സക്സസ് റേറ്റുള്ള ഒരു ഫിനിഷിംഗ് മൂവാണ്. ഈ ഒരു മൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഇൻറിങ്ങിൽ പെർഫോം ചെയ്യുക ഒരു മൂവ്. അതുപോലെ തന്നെ ടേബിൾസിൻ്റെ മണ്ടയ്ക്കോ ലാഡറിൻ്റെ മണ്ടയ്ക്കോ എവിടെ വെച്ച് വേണമെങ്കിലും ഈ ഒരു മൂവ് സുഖമായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൂവ് കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് വിരലിൽ എന്നാൽ മാത്രം സൂപ്പർ സ്റ്റാർസ് മാത്രമാണ്. ഇനി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതായത് ഈ ഒരു മൂവ് ആരെങ്കിലും കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡെഡ്ലി ബോയ്സ് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഗ്രേറ്റ് അമേരിക്കൻ മാച്ച് എന്ന് പറയുന്ന ഒരു പേപ്പർ വ്യൂ. അവിടെ ഒരു മാച്ചാണ് ടേക്കർ വേഴ്സസ് ഡെഡ്ലി ബോയ്സ്. ഈ ഒരു മാച്ചിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് അല്ലെങ്കിൽ സ്റ്റോറി ലൈനിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അതായത് ഡെഡ്ലി ബോയ്സ് 3D എന്ന് പറയുന്ന ഈ ഒരു ഫിനിഷിംഗ് മൂവ് അണ്ടർടേക്കർ കിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു മൂവ് കിക്ക് ഔട്ട് ചെയ്തതിനെ കുറിച്ച് അണ്ടർടേക്കറിനോട് ഡെഡ്ലി ബോയ്സ് പറഞ്ഞപ്പോൾ അണ്ടർടേക്കർ തിരിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവ് ഞാൻ ഒരിക്കലും കിക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു മൂവ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു മൂവിനോട് എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇത് കിക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നില്ലെന്നാണ് അണ്ടർടേക്കർ പറഞ്ഞത്. ഡെഡ്ലി ബോയ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മൂവ് കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ളവർ വളരെയധികം കുറവാണ്. എന്തായാലും ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു ന്യൂ ജനറേഷൻ ഇറയിൽ ഏതെങ്കിലും ടാഗ് ടീംസൊക്കെ കിക്ക് ഔട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ, അല്ലാതെ ആരും തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു ഫിനിഷിംഗ് മൂവ് കിക്ക് ഔട്ട് ചെയ്തിട്ടേ ഇല്ല. ഇനി മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫിനിഷിംഗ് മൂവാണ് സാന്റിനോ മരല്ലയുടെ കോബ്ര എന്ന് പറയുന്ന ഫിനിഷിംഗ് മൂവ്. ഈ ഒരു ഫിനിഷിംഗ് മൂവ് 2012 വരെ ആരും തന്നെ കിക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഫിനിഷിംഗ് മൂവ് കിക്ക് ഔട്ട് ചെയ്ത 2 വ്യക്തികളേ ഉള്ളൂ. ഒന്ന് ഡാനിയൽ ബ്രെയിൻ, അതുപോലെ തന്നെ ഷേമസ്. ഇവർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫിനിഷിംഗ് മൂവ് കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. സോ ഹൈലി സക്സസ് റേറ്റുള്ള ഒരു ഫിനിഷിംഗ് മൂവാണ് സാന്റിനോ മരല്ലയുടെ കോബ്ര എന്ന് പറയുന്ന ഈ ഒരു ഫിനിഷിംഗ് മൂവ്. ഈ ഒരു ഫിനിഷിംഗ് മൂവിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഫിനിഷിംഗ് മൂവ് ഇറക്കിയത് തന്നെ കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടാണ്. അതായത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിനിഷിംഗ് മൂവ് കൂടുതലായിട്ട് ഇറക്കിയിരുന്നത്. എന്തായാലും ആ ഒരു സമയത്ത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമായിരുന്നു സാന്റിനോ മരല്ലയും അതുപോലെ തന്നെ ഈ ഒരു കോബ്ര ഫിനിഷിംഗ് മൂവിന്. ഇനി അടുത്ത ഫിനിഷിംഗ് മൂവ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഡേയ്സ് ആണ്. എൻഡ് ഓഫ് ഡേയ്സ് ആരുടെ ഫിനിഷിംഗ് മൂവ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതേ ബാരൻ കോർബിൻ്റെ ഈ ഒരു ഫിനിഷിംഗ് മൂവിന് വലിയ ഫാൻസ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫിനിഷിംഗ് മൂവ് അടിക്കുന്ന കാണാൻ പ്രത്യേക രസമാണ്. അതുകൊണ്ടൊക്കെ തുടക്ക സമയത്ത് ഈ ഒരു ഫിനിഷിംഗ് മൂവ് WWE പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു ഫിനിഷിംഗ് മൂവ് കിക്ക് ഔട്ട് ചെയ്തവർ ആരും തന്നെ ഇല്ല. അതായത് റസൽമേനിയ 38 വരെ ഇതാരും തന്നെ കിക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഡ്രൂ മക്കിൻ്റെയാണ് ഈ ഒരു മൂവ് ആദ്യമായിട്ട് കിക്ക് ഔട്ട് ചെയ്യുന്നത് റസൽമേനിയ 38 ബാരൻ കോർബിൻ ഈ ഒരു മൂവ് എടുത്തപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഡ്രൂ മക്കിൻ്റെ പരാജയപ്പെട്ടെന്നാണ്. കാരണം ഇതുവരെ ആ ഒരു മൂവ് ആരും തന്നെ കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കിക്ക് ഔട്ട് ചെയ്തതോടെയാണ് ബാരൻ കോർബിൻ്റെ കരിയർ വലിയൊരു ഡൗൺഫോൾ ഉണ്ടായത്. എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് മൂവാണ് എൻഡ് ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. അത് അടിക്കുന്നത് കാണുന്നതിന് പ്രത്യേക രസമാണ്. ഇനി മറ്റൊരു ഫിനിഷിംഗ് മൂവാണ് ഗന്ധറിൻ്റെ പവർ ബോംബ്. ഈ ഒരു ഗന്ധറിൻ്റെ പവർ ബോംബ് ആരും തന്നെ ഇതുവരെ കിക്ക് ഔട്ട് ചെയ്തിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മാത്രമായിരിക്കും. അതായത് WWE ഈ ഒരു മൂവിനെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ നമുക്കിപ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പിക്കുക, അതായത് ഗന്ധർ പവർ ബോംബ് അടിക്കുമ്പോൾ ആ ഒരു മത്സരത്തിൽ എതിരാളി പരാജയപ്പെട്ടു. സോ ഹൈലി സക്സസ് റേറ്റുള്ള മറ്റൊരു ഫിനിഷിംഗ് മൂവാണ് ഗന്ധറിൻ്റെ പവർ ബോംബ് എന്നുള്ളത്. ഇനി അടുത്ത ഫിനിഷിംഗ് മൂവാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും അതുപോലെ തന്നെ റാൻഡി ഓർട്ടൻ്റെ ഏറ്റവും മികച്ച ഫിനിഷിംഗ് മൂവാണ് RKO എന്നുള്ളത്. പക്ഷേ RKOനേക്കാട്ടിൽ വളരെ ഹൈ സക്സസ് റേറ്റ് ഉള്ള റാൻഡി ഓർട്ടൻ്റെ മറ്റൊരു ഫിനിഷിംഗ് മൂവ് കൂടിയുണ്ട്. റാൻഡി ഓർട്ടൻ ഫാൻസിനോട് അത് ഏത് മൂവാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് പൺ കിക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവാണ്. അത് ഇടയ്ക്കൊന്നും ബാൻ ചെയ്ത മൂവാണ് എങ്കിൽ പോലും ഇടയ്ക്ക്, അതായത് ഈ ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ ആ ഒരു മൂവ് റാൻഡി ഓർട്ടൻ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു മൂവിന് സക്സസ് റേറ്റ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു മൂവ് കിക്ക് ഔട്ട് ചെയ്തവർ ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു ഹൈലി സക്സസ് റേറ്റ് ഉള്ള ഫിനിഷിംഗ് മൂവായിരുന്നു ബിഗ് ഷോയുടെ KO പഞ്ച് അടിച്ചാൽ കൺഫേമാണ് എതിരാളി പരാജയപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഈ ഒരു മൂവ് ആദ്യമായിട്ട് കിക്ക് ഔട്ട് ചെയ്യുന്നത് ഷേമസ് ആണ് 2012 ഹെൽ ഇൻ എ സെല്ലിൽ. ആ ഒരു മൂവ് ഷേമസ് കിക്ക് ഔട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കൂടാതെ ആ ഒരു സമയത്താണ് ഷേമസിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് കിട്ടിയത്. കാരണം ഈ ഒരു മൂവൊക്കെ കിക്ക് ഔട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഹൈപ്പായിരുന്നു ആ ഒരു സമയത്ത് ഷേമസിന്. ഇനി ഈ ലിസ്റ്റിൽ ഞാൻ അവസാനമായിട്ട് പറയാൻ പോകുന്നത് വളരെയധികം സക്സസ് റേറ്റ് ഉള്ള മൂവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു മൂവാണ് അണ്ടർടേക്കറിൻ്റെ ടോം സ്റ്റോൺ പൈൽ ഡ്രൈവർ. അണ്ടർടേക്കറിൻ്റെ ഈ ഒരു ഫിനിഷിംഗ് മൂവ് 1990 സമയത്ത് അതുപോലെ തന്നെ 2000 പകുതിയോളം ആരും തന്നെ കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മൂവ് കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത് റസൽമേനിയ സമയത്താണ്. അതായത് ഷോൺ മൈക്കിൾസ്, റോമൻ റീഡ്സ്, ബ്രോക്ക് ലെസ്നർ, അങ്ങനെ കുറേയധികം സൂപ്പർ സ്റ്റാർസ് ഈ ഒരു മൂവ്സൊക്കെ കിക്ക് ഔട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് ഈ ഒരു മൂവ് ആകെ കിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള പേപ്പർ വ്യൂ എന്ന് പറയുന്നത് റസൽമേനിയാണ്. അല്ലാതെ ഈ മൂവ്സ് ആരും തന്നെ അധികം കിക്ക് ഔട്ട് ചെയ്തിട്ടേ ഇല്ല. സോ ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ വളരെയധികം സക്സസ് റേറ്റ് ഉള്ള ഫിനിഷിംഗ് മൂവ്സ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് വെക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.